No matter how much it hurts today, one day you will look back and realize that your struggles are what changed your life for the better. You're on the Happiness Project and I'm Dhanya Varma. Roshni Dinaker is not new to the film industry. She's been a part of the Kannada, Tamil and Telugu film industry as a costume designer. But she marks her debut as a director in the Malayalam film industry with the movie My Story. Let's welcome her to the Happiness Project. വെൽക്കം ടു ദി ഹാപ്പിനെസ് പ്രോജക്ട് റോഷ്നി. താങ്ക് യു സോ മച്ച്. റോഷ്നിയെ കുറിച്ച് നമുക്കറിയാവുന്ന മലയാളികൾക്ക് അറിയാവുന്ന വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മലയാളത്തിലെ സിനിമ എടുക്കാമെന്ന ഡയറക്ടറും പ്രൊഡ്യൂസറായ റോഷ്നി ദിനകർ. ഇതിനു മുമ്പ് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒത്തിരി, കന്നഡ മാത്രമല്ല തെലുഗുവിലും തമിഴിലും ഒക്കെ ഒത്തിരി കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന്. പക്ഷേ ഇതിനപ്പുറം റോഷ്നിയുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, ഹൗ വുഡ് യു ഡിസ്ക്രൈബ് യുവർ സ്റ്റോറി? മൈ സ്റ്റോറി ഈസ് എന്താണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് യെറ്റ് വെരി സിമ്പിൾ. ഇൻട്രസ്റ്റിംഗ് ആണ് ബിക്കോസ് ഐ വാസ് ബോൺ ആൻഡ് I grew up in Coorg. അതുപോലെ മനോഹരമായ സ്ഥലം വേറെയില്ല. Very close to nature. And അവിടെ we are not exposed to too many things. It's kind of very closed and നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് കൂർഗ് എന്ന് പറയുന്ന പ്ലേസ് തന്നെ, the people also if you see ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. വെരി സ്വീറ്റ് ആൻഡ് വെരി ഹോസ്പിറ്റബിൾ. നമ്മൾ വളർന്ന ഒരു ചുറ്റുപാട് അങ്ങനെയായിരുന്നു. ദാറ്റ് ഈസ് ഈവൻ ടുഡേ ഐ ഹാവ് എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഹു ആർ ദേർ ഇൻ സ്കൂൾ. ഇപ്പോഴും ആ ഒരു ഭയങ്കര ഒരു വാംത്താണ് ആ പ്ലേസിന്. സോ ഇറ്റ്സ് ലൈക്ക് സഡൻലി യു ഡോണ്ട് ഫീൽ ദാറ്റ് യു മെറ്റ് സം, ഇഫ് യു മീറ്റ് എ പേഴ്സൺ ഫ്രം കൂർഗ് യു ഡോണ്ട് ഫീൽ യു മെറ്റ് എൻ ഏലിയൻ. ആൻഡ് ഒരു പ്ലാന്റർ കമ്മ്യൂണിറ്റി ആകുമ്പോഴത്തേക്കും എപ്പോഴും വളരെ ക്ലോസ്നെറ്റ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് ഐ എം ടോക്കിംഗ് ടുഡേ, ഇപ്പം കുറേ ടൂറിസ്റ്റ് ഒക്കെ വന്നിട്ട് ഒരു ബഹളമായി അവിടെ. അതർവൈസ് just be very serene, very very normal, very cool, calm place. അവിടെ എല്ലാവരും they have a lifestyle. അപ്പം എസ്റ്റേറ്റ്സും കാര്യങ്ങളും അത് കഴിഞ്ഞ് വൈകുന്നേരം ക്ലബിലൊക്കെ കൂടി they play golf and badminton and shuttle. ഇതുപോലത്തെ ഒരു വെരി കാംഡ് ആൻഡ് റിലാക്സ്ഡ് ലൈഫാണ് കൂർഗിൽ. ആൻഡ് ദെൻ 10th വരെ ഞാൻ അവിടെ പഠിച്ചു. ഐ വാസ് ഇൻ എ ബോർഡിംഗ് ദെയർ. അത് കഴിഞ്ഞ് സെയിൻറ്റ് ജോസഫ്സ് എന്ന് പറയുന്ന സ്കൂളിലാണ്. ദെൻ ഐ ഷിഫ്റ്റഡ് ടു മാംഗ്ലൂർ ആൻഡ് ദെൻ മൈസൂർ ആൻഡ് ദെൻ ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ ഫിലിം ഇൻഡസ്ട്രി ആയി. ബാംഗ്ലൂരിൽ ഫിലിം ഇൻഡസ്ട്രി ഓൾസോ ഹാപ്പൺ ഇൻ കൂർഗ് ഓൺലി. ഞാനിങ്ങനെ ഒരു കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയതിനു ശേഷം ത്രൂ ക്യാമ്പസ് ഐ ഗോട്ട് ഇൻ ടു വൺ ഓഫ് ദ ബ്രാൻഡ്സ് ആസ് എ ഡിസൈനർ ആൻഡ് എ മെർച്ചൻഡൈസർ. നല്ല ശമ്പളമായിരുന്നു അന്നൊക്കെ. ഇറ്റ് ഈസ് എ വെരി ഗുഡ് സാലറി. പക്ഷെ 2 മാസം ജോലി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വാണ്ടഡ് ടു ഡു. ഇറ്റ് ഇസ് വെരി ബോറിങ്. അങ്ങനെ റിസൈനൊക്കെ ചെയ്ത് വീട്ടിൽ വന്നു. സോ ഐ നെവർ ടോൾഡ് മൈ മോം. അപ്പോഴത്തേക്ക് എൻ്റെ ആ വർഷം മൈ ഡാഡ് ഹാഡ് എക്സ്പയർഡ്. So mom was like, how come you can, you get this long leave and all that? I said, yeah, kittu. I never told that, I resigned because it's a nalla pay ആയിരുന്നു. ഒരു തന്റേടം വേണം അത് ചെയ്യാൻ. വട്ട് വേണം. And then അവിടെ പോയപ്പോഴാണ് അവിടെ ഒരു വലിയൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമായിരുന്നു. ആൻഡ് നമ്മുടെ ഒരു അറിയുന്ന ഫ്രണ്ട്സിൻ്റെ വീട്ടിലും നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു റിസോർട്ടുണ്ട് അവിടേക്കായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. സോ ദേ വാണ്ടഡ് സം, അവിടെ എന്തൊക്കെയോ കുറവുകളുണ്ടായിരുന്നു കോസ്റ്റ്യൂംസിൽ. വെൻ ദേ കെയിം ഇൻ ദർ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. സോ ദേ റിക്വസ്റ്റഡ് മീ ഇഫ് ദർ ഇസ് സംതിങ് ബിക്കോസ് ഐ വാസ് എ ഡിസൈനർ. എത്ര വയസ്സുണ്ട്? 21. അത്രേ ഉള്ളൂ. 22 ആ സമയത്ത്. അങ്ങനെ ആ സമയത്താണ് അവർ പറയുന്നത് വൈ ഡോണ്ട് യു ഡു സംതിങ് ഫോർ us. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഹാങ് ഓഫ് സിനിമ. പക്ഷെ അതൊരു ഹരമായി അല്ലേ? അതെ. It was like, എനിക്ക് ആസ് എ ഡിസൈനർ I didn't want to get into the fashion business. എനിക്കത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല പണ്ടും. I always kind of, എനിക്ക് പെട്ടെന്ന് ബോറടിക്കും. I get bored very fast. എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും വർഷം ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി, ഇത്രയും നെറ്റ്വർക്ക് ഉണ്ട്, ഹസ്ബൻഡും പ്രൊഡ്യൂസറാണ്. അങ്ങനെ ഒരു വ്യക്തി എന്തിന് മലയാളത്തിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു എക്സ്പെരിമെന്റ് എന്ന് ഞാൻ വിളിച്ചോട്ടെ, ഒരു എക്സ്പെരിമെന്റ് എന്ന നിലയ്ക്ക് ഒരു സിനിമ എടുക്കുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും പോകുന്നു? അവിടെ തമിഴും തെലുഗും കന്നഡയും ഇത്തിരി ഈസി ആയിരിക്കില്ലേ? അത് സത്യമാണ്, ഈസി ആയിരുന്നു. എനിക്ക് ആക്സസ് ഉണ്ടായിരുന്നു ആക്ടേഴ്സുമായിട്ട്, പ്രൊഡക്ഷൻ ഹൗസസുമായിട്ട്. ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ ടു ഡു എ ഫിലിം ദെയർ. പക്ഷേ വൈ ഐ വാണ്ടഡ് ടു ഡു എ മലയാളം ഫിലിം ബിക്കോസ് മലയാളം വാസ് മൈ മദർ ടങ്. ആ ഒരു റീസൺ. ആൻഡ് ദെൻ I always felt Malayali audience had much more open to new ideas and new trials. അപ്പം I've grown up watching Malayalam films. കൂർഗിൽ തിയേറ്റേഴ്സ് ഇല്ല. We used to come to Kannur
കവിതയിൽ വന്നിട്ടാണ് അപ്പുറത്ത് റൂം എടുക്കും, എന്നിട്ട് ഇവിടെ വന്ന് സിനിമ കാണും, എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകും. So സിനിമ കാണാൻ വേണ്ടി മാത്രം only to eat food and to watch film. Friday we used to come and Sunday go back. Oh my god. അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഫിലിംസിൽ അല്ലേ? He was crazy. He was when and then he opened പണ്ട് CD കട ഉണ്ടായിരുന്നില്ലേ, അതുപോലെ ഒരു വീഡിയോ കടയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് only for him to watch films. കുറുകി തന്നെ. He opened one store and then all the time I was sitting and watching films. So I also got to watch a lot of films. അങ്ങനെ അതാണ് ഫൗണ്ടേഷൻ സ്റ്റോൺ. ഞാൻ അറിഞ്ഞില്ല, ഇറ്റ് വാസ് ജസ്റ്റ് ഇംബൈബിങ് ഇൻ ടു ഒരു ഓസ്മോസിസ് പോലെ നമുക്ക് അറിയാണ്ട് ഇങ്ങനെ കയറിക്കൂടാന്ന് പറയില്ലേ. സോ ഐ നെവർ റിയലൈസ്ഡ് ഇറ്റ്. അതിങ്ങനെ എവിടെയോ സബ് കോൺഷ്യസ്ലി ഇറ്റ് വാസ് ഗോയിങ് ഓൺ ആൻഡ് ഓൺ. സോ റോഷ്നിയുടെ കരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കലായിട്ടും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. അതിൽ റോഷ്നിക്ക് പേഴ്സണലി ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നി, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫേസ് എന്ന് പറയാനുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ്? വ്യക്തി എന്ന നിലയിൽ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു പ്രോജക്റ്റിന് പുറപ്പെടുകയാണ്. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് എ പ്രൊഡ്യൂസർ. അത് ഫണ്ടിങ്ങനെ സ്റ്റക്ക് ചെയ്ത് ഓൾമോസ്റ്റ് 9 months നിൽക്കുക. ഇറ്റ് ഈസ് ട്രോമ. Without shoot, the project is being kept on hold for 9 months. That was a big trauma, number 1. Number 2, during this process, this whole 9 months, my kids, first time ആണ് അവരെ ഞാൻ കൊണ്ടുപോയി അമ്മയുടെ അടുത്താക്കുന്നത്. സോ ബിക്കോസ് ദേ വർ വിത്ത് മൈ മദർ, ഐ വാസ്, എനിക്കൊരു ഇതുണ്ടായിരുന്നു അവർ ഓക്കെ ആണെന്ന്. പക്ഷേ ദാറ്റ് ഇയർ ഒരു വർഷം അവർ അമ്മയുടെ കൂടെ നിന്നു. Next year also, because this project was not completed, I had to continue the studies there only and they had to stay. അവിടെ തന്നെ താമസിക്കേണ്ടി വന്നു. അപ്പോൾ my mother was diagnosed of cancer, which is horrible because എൻ്റെ പടം നേരത്തെ കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ at that point when അവർക്ക് എൻ്റെ ആവശ്യമുള്ളപ്പം എനിക്ക് ഒരു ദിവസം പോലും അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. when she was going through chemo, കുട്ടികളെ കൊണ്ടുപോയി ബോർഡിങ്ങിൽ ഇടേണ്ടി വന്നു. മൈ ഗോഡ്, അവർ ഇതുവരെ അങ്ങനെ ഒരു ജീവിതം ജീവിച്ചിട്ടില്ലായിരുന്നു. വെൻ ഇറ്റ് കംസ് ടു ഫുഡ് ആൻഡ് അവർക്ക് അതിൻ്റെ ഫ്രീഡം ഉണ്ടായിരുന്നു. ദേ ചേഞ്ച്ഡ്. ഇപ്പം അവർ മാറിയാണ് അവർ നിൽക്കുന്നത്. അവർക്ക് ഡിസിപ്ലിൻ ഇസ് കമ്മിങ്, ദാറ്റ് ഈസ് ഗുഡ്. പക്ഷെ വേറെ കുറേ ഫിയേഴ്സും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, വിച്ച് ഐ നെവർ വാണ്ടഡ് എൻ്റെ കുട്ടികൾക്ക്. അതിപ്പോൾ ഈ പറഞ്ഞ ഡ്യൂറേഷനിൽ ഇവർ വളർന്നു വരുന്ന കുട്ടികളാണ്. അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഡാമേജ്, അതിന് ഞാൻ എന്ത് സോറിയോ അല്ലെങ്കിൽ എന്ത് കുറ്റം പറഞ്ഞാലും തീരാൻ പോകുന്ന ഡാമേജ് അല്ല. ഇറ്റ്സ് ലൈക്ക് ദെയർ വിത്ത് ദം ഫോർ ഐ ഡോണ്ട് നോ ഹൗ. ഇനി ഞാൻ എത്ര ശ്രമിക്കണം അതിനെ റീട്രേസ് ചെയ്ത് കൊണ്ടുവരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് കിഡ്സ് ആർ വെരി സ്മോൾ. ഈ 9 മാസം പൈസ സ്റ്റക്കായി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞെങ്കിൽ, ഒരു കാരണമായിട്ട് എന്തെങ്കിലും എടുത്ത് പറയണമെങ്കിൽ അതെന്തായിരിക്കും? നമ്മുടെ ആക്ടേഴ്സിൻ്റെ ഡേറ്റ്സ് അവൈലബിലിറ്റി. അത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു കുറവായിട്ട് കാണുന്നുണ്ടോ റോഷ്നി? കന്നഡയിലും തമിഴിലും തെലുഗിലും വർക്ക് ചെയ്യുമ്പോഴും ഈ ഒരു ഇഷ്യൂസ് അവിടെയും ഫേസ് ചെയ്യുന്നതല്ലേ? ഇഷ്യൂ ഉണ്ട്, പക്ഷെ നമ്മുടെ മലയാള സിനിമയിൽ അത് ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബിക്കോസ് ഫ്രം ഔട്ട് സൈഡാണ് ഞാൻ കാണുന്നത്. സോ ഐ ഹാഡ് ലോട്ട് ഓഫ് മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഓൾസോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് പെട്ടെന്ന് തീർത്ത് നമുക്ക് പോവാം ആൻഡ് ഡു എ ഗുഡ് ഫിലിം. പക്ഷെ ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്ട്രിങ്സ് ഒന്നും നമുക്ക് അറിയില്ലല്ലോ. അന്ന് എനിക്കറിയില്ലായിരുന്നു, ഐ ഡോണ്ട് നോ. അന്ന് ഞാൻ ബ്ലൈൻഡായിട്ട് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യും. I open up to people the minute I talk to them and they are good and warm to you. I didn't realize അവർക്കൊരു അജണ്ട ഉണ്ടെന്നൊന്നും എനിക്കറിയുന്നില്ല. മോസ്റ്റ് ഓഫ് ദം that പലപ്പോഴും എനിക്ക് അടി കൊണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ. I've still not changed, I'm not going to change also, that's a different thing. But നല്ല അടി കൊണ്ടിട്ടുണ്ട്. I've got hurt really bad, ഇവിടെ especially after coming here, where people ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ച ആൾക്കാരാണ് എൻ്റെ ഏറ്റവും വലിയ ബാക്കിൽ വലിയ കത്തി കൊണ്ട് കുത്തിയ ആൾക്കാർ. പീപ്പിൾ ഹൂം ഐ റിയലി ബിലീവ്ഡ്. എൻ്റെ കൂടെ എനിക്ക് കൂടെ നിൽക്കണമെന്നൊന്നല്ല, ഐ വുഡ് സേ സത്യത്തിൻ്റെ കൂടെ നിൽക്കും. ഞാനന്ന് നിൽക്കണ്ട. ഒരു ഫീമെയിൽ ഡയറക്ടർ എന്നൊരു ടാഗ് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് റോഷ്നി കാണുന്നത്? വെരി ബാഡ്. വൈ ഷുഡ് യു ജെൻഡർ ബയാസ് ഇറ്റ്? ഒരു ജോലിയാകുമ്പോൾ അത് പെണ്ണാണ് ആണാണെന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? I don't think so. There should be a gender bias on your job, what you do. See, I feel it. Problems വരും പോവും. പക്ഷെ അത് ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും അത് വരും. ഇറ്റ്സ് നോബഡി ഈസ് ആസ്കിങ് ന്യൂ ഡെബ്യൂട്ടൻ ഡയറക്ടർ നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന്. ദേ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്, ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ അവർക്ക് കുഴപ്പമില്ല. ബട്ട് പെണ്ണുങ്ങളാകുമ്പോൾ ഒരു സ്പെഷ്യൽ ഇവർ ഇത്രയും ചെയ്തല്ലോ, ചെയ്യാൻ ധൈര്യം കാണിച്ചു.
we're so നമ്മൾ conditioned ആണ് മൈൻഡിൽ, so conditioned about thinking there is certain incapabilities. ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക്, ഒരു ഫീമെയിൽ ആയതുകൊണ്ട്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഡു യു തിങ്ക് ഇതിലൂടെ ബാരിയേഴ്സ്, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നോ ഈ സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ? No. ഇല്ല. No, not because it's a woman thing. I wouldn't say that. വുമൻ എന്നല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സപ്പോർട്ട് ചെയ്ത മെയിൽസ് ഉണ്ടായിരുന്നു, എന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിച്ച മെയിൽസ് ഉണ്ടായിരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്ത ഫീമെയിൽസ് ഉണ്ടായിരുന്നു, എന്നെ ഡിസ്ട്രോയ് ചെയ്ത ഫീമെയിൽസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മെയിൽ ഓർ ഫീമെയിൽ, ഇറ്റ് ഈസ് അബൌട്ട് ഇൻഡിവിജ്വൽസ് ആൻഡ് ദിയർ വേ ഓഫ് തോട്ട് പ്രോസസ്, യുനോ. ആൻഡ് പ്രോബബ്ലി ഐ ഫീൽ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് യുനോ, ഞാൻ പറഞ്ഞില്ലേ, ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു സാധനം. സെക്കൻഡ്, നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഞാൻ എന്ന കാര്യങ്ങൾ, യുനോ, വെൻ ഐ എക്സിസ്റ്റ് നോബഡി എൽസ് ഡസ്. ഒരു വലിയ ഈഗോയിന്റെ ഒരു വിക്ടിം, ഒരു ഈഗോ ഉള്ള ഒരു ഇൻഡസ്ട്രിയുടെ വിക്ടിം ആയിട്ട് കാണുന്നുണ്ടോ റോഷ്നി തന്നെ? ഞാൻ ഐ എം നോട്ട് എ വിക്ടിം. ഐ ഡോണ്ട് വാണ്ട് ടു കോൾ മൈസെൽഫ് എ വിക്ടിം അറ്റ് ഓൾ. ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് മൈ, യുനോ, സി മൈ തിങ് വാസ് ഡു എ ഫിലിം, do more films. So anything that comes in my path, I need to cross and go. There's no shortcuts. I have to cross. ഒന്നെങ്കിൽ ഡിസിഷൻ എടുക്കുക, ചെയ്യണ്ട, ചെയ്യണത് എടുത്തു കഴിഞ്ഞാൽ അതിന് മുമ്പിൽ വരുന്ന പല കാര്യങ്ങളും നേരിട്ട് മുമ്പിലേക്ക് പോവാം. So at a point I had to decide whether you want to do it or you don't want to do it. I want to do it. Then you don't think about what is going to come ahead. Cross it. ഇത് രണ്ട് കാര്യമുള്ളൂ. റോഷ്നി ഇനി രണ്ട് മൂന്ന് തവണ ആലോചിക്കുമോ മലയാളം സിനിമയിൽ വേറെ സിനിമ എടുക്കാൻ? അതെന്തുകൊണ്ട്? എന്തിനാലോചിക്കണം? ഐ ഫീൽ ദിസ് ഇസ് മോർ ലൈക്ക് റാഗിങ്. കോളേജ് ആദ്യം വരുമ്പോൾ റാഗിങ് ഉണ്ടാവുമല്ലോ, പിന്നീട് ശരിയായിക്കോളും. എന്നാലും തന്നെ ഇപ്പോൾ ഒത്തിരി ഇഷ്യൂസ് ആയി കഴിഞ്ഞു, ഒത്തിരി നേരിട്ട് കഴിഞ്ഞിരിക്കുന്നു, എന്നാലും why don't you give up? Why should I? It's not something, it's not എന്താണ് പറയുക, see, creation is very divine. Yeah, anything to do with creativity is divine. അതിപ്പോൾ കോസ്റ്റ്യൂംസ് ചെയ്യുമ്പോഴും നമ്മളൊരു കൺസ്ട്രക്റ്റ് ആണല്ലോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഡിസ്ട്രോയിങ്. ഡിസ്ട്രോയിങ് ചെയ്യുന്ന ആൾക്കാരാണ് പേടിക്കുന്നത്, because it's a boomerang, it's going to come back. ഞാൻ കൺസ്ട്രക്റ്റ് ആണ് ചെയ്യുന്നത്. I don't have to fear. ഈ പേടിക്കേണ്ട കാര്യമില്ല. Why should I scare? I won't be scared. I will be making more films. I'll be making interesting stories. Should I call it boldness? No, yeah, I don't think so. It is some extraordinary boldness or anything. അത് അങ്ങനെയൊന്നുമല്ല. ഇതൊരു കൺവിക്ഷൻ ആണ്. It's like a thing that, you know, you love doing something and you don't give up because of some XYZ factors. അത്രേ ഉള്ളൂ. ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നങ്ങ് ചെയ്യുക. ജീവിതം വളരെ ചെറുതല്ലേ. There is no point. ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ കിടന്ന് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ നേരിട്ടാലും ഒരു ദിവസം മരിക്കും, നേരിട്ടില്ലെങ്കിലും ഒരു ദിവസം മരിക്കും. Why don't you make your life more interesting? ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ WCC പോലെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. റോഷ്നി ഇതിനെ എങ്ങനെയാണ് ഈ ഡെവലപ്മെൻറ്റിനെ കാണുന്നത്? റോഷ്നി വർഷങ്ങളായിട്ട് ഈ ഫിലിം ഇൻഡസ്ട്രി തന്നെ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെ കാണുന്നു? ഞാൻ കാണുന്നു എന്നല്ലാണ്ട് എന്നെ കണ്ടില്ല എന്നുള്ളതാണ്. എന്നെ കണ്ടില്ലല്ലോ, ചേരാൻ പോയില്ലേ? അല്ല, എന്നെ ആരും കണ്ടില്ല ഇവിടെ. പ്രോബബ്ലി ഐ വാസ് ഇൻവിസിബിൾ. There were problems, there were things going on, but nobody saw me, nobody noticed me, nobody thought it was an issue, nobody thought. അന്ന് ആരും വിചാരിച്ചില്ല, ഇന്നും ആരും വിചാരിക്കുന്നില്ല അതൊരു സ്ത്രീ അനുഭവിക്കുന്നുണ്ടെന്നോ. എനിക്കൊരു കോൾ, ഒരു courtesy കോൾ വരെ ഇവിടെ നിന്ന് വന്നിട്ടില്ല. Not a single call from any organization. You have been hurt on several fronts and I can see that. Do you partly own responsibility for it? I do, because, you know, I don't regret it though, but I do feel I'm responsible because എനിക്ക് വേണ്ടിയിട്ടല്ല. Now even though in my personal friend, if you ask me the things what I went through and I stood up for, I don't think it's wrong. എനിക്കത് wrong ആണെന്ന് തോന്നുന്നില്ല. I still feel probably what I did wasn't wrong. പക്ഷേ as a producer, where I owe to my children and my husband, കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആവായിരുന്നു എന്നുള്ള റെസ്പോൺസിബിലിറ്റി I think I should have thought. But I wouldn't do that. Thinking is different, doing is different. So I would. ഈ ഒരു ഫേസ്, അതിൽ നിന്നൊരു ലെസൺ ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? Come what may, be you. Don't change. Your right may not be other person's right, but definitely there is a right in you. That's why you're doing it. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഇൻഡസ്ട്രി, ഈ 4 ഇൻഡസ്ട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ റോഷ്നിക്ക് എന്താണ് പറയാനുള്ളത്? ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്? What I've seen is there's a lot of respect there. സംസാരിക്കുന്ന പൊതുവെ
ഞാൻ ഇവിടെ എനിക്ക് പാർവതിയുടെ ഇഷ്യൂലാണ് ഞാൻ കാണുന്നത്. ഇറ്റ്സ് നോട്ട് ഇൻ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ ആരും എന്നെ ഇതുവരെ മോശപ്പെട്ട പേരൊന്നും വിളിച്ചത് ഞാൻ കണ്ടിട്ടില്ല. എന്നെ പെർട്ടിക്കുലറായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ പാർവതിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ബാഡ് വേർഡ്സ്, ഐ വാസ് ഷോക്ക്ഡ്. Nobody should be called that words. ആരും അങ്ങനെ സംസാരിക്കാൻ പാടില്ല. they shouldn't. അതിൽ ഞാൻ ചോദിക്കുന്നത് അഗൈൻ ഇത് അപ്ബ്രിങ്ങിങ് ആണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? It is very saddening to see our society which is getting emotionally crippled, that shows your intolerance. ഒരു ഇമോഷണലി ക്രിപ്പിൾഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലേക്കാണ് നമ്മൾ മുമ്പിലോട്ട് പോകുന്നത്. നമുക്ക് മറ്റുള്ളവരുടെ ആൾക്കാരുടെ തോട്ട്സും വേർഡ്സും ആക്ഷൻസും റിലീജിയനും നാഷണാലിറ്റിയും എല്ലാം പ്രശ്നമാണ്. വി ബീങ് സോ ഇൻടോളറൻറ്റ്. എന്തിനാണ് നമ്മൾ ഇൻടോളറൻ്റ് ആവുന്നത്? ഇറ്റ്സ് ദെയർ. ആയിക്കോട്ടെ, അവർക്കത് ചില ആൾക്കാർക്ക് ചില ഇഷ്ടങ്ങളുണ്ടാവും. പക്ഷേ അതിനെ നമ്മളിങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു കുറേ ദിവസം ഈ തെറി പഠിച്ചിട്ട്. എനിക്ക് കാണുമ്പോൾ അയ്യോ ഇത്രയും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്, അതും ഇത്രയും പേര് ഒരു സ്ത്രീയുടെ മുകളിൽ. കേരളത്തിലാണ് പൊതുവെ റെസ്പെക്ട് കുറവ് സ്ത്രീകൾക്ക് എന്നാണോ പറയുന്നത് റോഷ്നി? അല്ല, ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ എന്നോട് ആരും റെസ്പെക്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല ഇതുവരെ. നോബഡി ആരും എന്നെ ചീത്ത വേർഡ്സോ ഒന്നും വിളിച്ചിട്ടില്ല. ബട്ട് പാർവതിയുടെ കേസിൽ ഞാൻ കണ്ടപ്പം ഇറ്റ് വാസ് ഭയങ്കര, ഐ തിങ്ക് ഇറ്റ് ഇസ് എനോണിമിറ്റി എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ. നേരിട്ട് ഒന്നും അവർ പറയില്ല, പ്രോബ്ലി നേരിട്ട് അങ്ങനത്തെ വേർഡ്സോ ഒന്നും പറയില്ല. ഈ അവരുടെ റൂമിൻ്റെ ഉള്ളിലെ കംഫർട്ട്സിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കും ട്വിറ്ററും എനോണിമിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എന്തും ആവാന്നുള്ള ഒരു രീതിയാണ്. ഇറ്റ് വാസ് വെരി സാഡ് ടു സ്റ്റേറ്റ്. ജീവിതത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തി ആരാണ് റോഷ്നി? മൈ മോം. എന്തുകൊണ്ട്? ഷീ തോട്ട് മീ ഹൗ ടു ബി സ്ട്രോങ്. ഒത്തിരി പ്രോബ്ലംസ് നേരിട്ടിട്ടുണ്ടോ അമ്മ? എന്ത് തരത്തിലുള്ള പ്രോബ്ലം? See, when she got married, കല്യാണം കഴിഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ there were a lot of cultural issues with her. എല്ലാവരും അമ്മയുടെ ഫാമിലിയിലും എല്ലായിടത്തും she had this thing. അന്ന് my dad stood by her. Dad also faced a lot of problems because of this thing. My grandparents were cool, but otherwise ചുറ്റുള്ള ആൾക്കാരും ഇതൊക്കെ. Then my dad fell ill when she was just 27. It was a long time she was thinking, okay, ഇപ്പം മരിക്കും എന്ന് പറയുന്നത്. ദാറ്റ് ഫിയറിലാണ് അമ്മ. he died when he was 51. ഫിയറിലാണ് നമ്മളെല്ലാവരും ജീവിച്ചിരുന്നത്. എവറി ടൈം he got to the hospital we were like, oh God, it's over. ഇങ്ങനെ ഒരു പേടിയിലായിരുന്നു ജീവിച്ചിരുന്നത്. And I have seen my mother most of the times in the hospitals and all, like, taking up that thing. ഒരു സ്ട്രോങ് ആയിട്ട് she is one woman I have seen. അന്ന് പോയ പേടിയാണ്. when the day my dad expired, he died on our lap. എൻ്റെ അനിയൻ്റെ മടിയിലാണ് അപ്പം മരിക്കുന്നത്. ദാറ്റ് ഡേ ഐ ലോസ്റ്റ് ഫിയർ. പേടി എന്നുള്ള സാധനം പോയി എൻ്റെ ജീവിതത്തിൽ നിന്ന്. ഐ ലെറ്റ് ഗോ ഓഫ് ദറ്റ് ഫിയർ ഫോർ എനിത്തിങ്. എനിക്കിനി ഒന്നും പേടിയില്ല. ഐ എം നോട്ട് സ്കെയർഡ് ഓഫ് എനിത്തിങ് അറ്റ് ഓൾ. അന്ന് ഐ കുഡ് സീ മൈ മദർ. ഷീ ന്യൂ ഈസ് ഗോയിങ് ടു ഡൈ. നമ്മളെല്ലാവരും, ഞാൻ എന്നൊരു വാസ് പ്രേയിങ് ദറ്റ് നത്തിങ് ഷുഡ് ഹാപ്പൻ ടു ഹിം എന്നൊക്കെ. ബട്ട് ഷീ ജസ്റ്റ് ടുക്ക് ചാർജ് ആൻഡ് ഷീ ആസ്ക്ഡ് ദ ഡോക്ടർ, യു തിങ്ക് he is going to be alive? Is there a scope? Doctor said no. Okay, then I would like to take him home. Let him not die in the hospital, let him die at home. I was like, oh, how can she talk? Because I knew that my dad was her best friend. And even today, she kind of misses him, and I've seen her, if there is some issues, she's thinking, ഞാൻ എന്നെ വിട്ടിട്ട് പോയില്ലേ? ഭയങ്കര അടുപ്പായിരുന്നു. I've never seen them separate or apart even for a single day of their life. Until whenever my dad, എവിടെ ഒറ്റയ്ക്ക് പോവില്ല. Wherever they used to go together and wherever it is, that is probably the best companionship I've seen in my life so far. എപ്പോഴെങ്കിലും തളർന്നിരിക്കുമ്പോൾ തിരിച്ച് ഈ ധൈര്യം കൊണ്ടുവരാൻ എന്താണ് ചെയ്യുന്നത് റോഷ്നി? വാട്ട്സ് യുവർ ഹാപ്പിനെസ് പിൽ എന്ന് ചോദിച്ചോട്ടെ. ഒരേ ഒരു കാര്യമുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഐ ഓൾവേസ് ടെൽ യൂണിവേഴ്സ് ലവ്സ് മീ ഇമെൻസ്ലി. യൂണിവേഴ്സിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ നോ ഇറ്റ് ആൻഡ് ഇറ്റ് പ്രൂവ്ഡ് മീ സോ മെനി ടൈംസ്. അപ്പം യൂണിവേഴ്സ് അനുകൂലമാകുമ്പം വേറെ ആര് പ്രതികൂലമായാലും ഒരു പ്രയോജനമില്ല. ആൻഡ് ദാറ്റ്സ് മൈ കംപ്ലീറ്റ് ഫെയ്ത്ത്. ദാറ്റ് ഈസ് ഐ ടോട്ടലി സറണ്ടർഡ് to this faith long back, and it's proving right for me every moment. ഞാൻ വീണു എന്ന് കാണുമ്പോൾ അത് it's not letting me fall. അപ്പോൾ അത് മതിയില്ലേ? That's the biggest faith for me to be happy. What is your philosophy of happiness? ഒരു ഹാപ്പിനെസ്സിനെ കുറിച്ച് ഒരു തോട്ട് ഉണ്ടെങ്കിൽ അതെന്താണ്?
you're basically happy. The whole being of you എന്ന് പറയുന്ന ഹാപ്പിനെസ് തന്നെയാണ്. ബാക്കിയൊക്കെ അതിന് ചുറ്റുമുള്ള കുറേ ഗിമിക്സ് ആണ്. അതായത് നമ്മൾ ബേസിക്കലി ജനിച്ചിരിക്കുന്നത് ഹാപ്പി ആവാൻ തന്നെയാണ്. ഹാപ്പി ആവാനല്ല, ഹാപ്പി തന്നെയാണ്. ഹാപ്പി തന്നെയാണ്. ലവ് ആൻഡ് ഹാപ്പിനെസ് ഈസ് യുവർ ഇന്നേറ്റ് ക്വാളിറ്റി. ബാക്കിയൊക്കെ നമ്മൾ കൺവീനിയൻസിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇറ്റ്സ് ഓക്കെ ടു ബി, ഇറ്റ്സ് ഹ്യൂമൻ ടു ബി ജെലസ്, ഇറ്റ്സ് ഹ്യൂമൻ ടു ബി ആംഗ്രി, ഇറ്റ്സ് ഹ്യൂമൻ ടു ബി XYZ. വളരെ മനോഹരമായിട്ട് സക്സിൻക്ട്ലി പുട്ട്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ബീയിങ് അല്ലേ? ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് റോഷ്നി ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദ ഷോ. താങ്ക് യു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ലൈഫ് തന്നെ ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ്സിന് വേറൊരു ഡിസ്ക്രിപ്ഷൻ ഇല്ല. ഹാപ്പിനെസ് തന്നെയാണ് ലൈഫ്, ലവ് തന്നെയാണ് ലൈഫ്. ഇത് തന്നെ ബീയിങ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് തന്നെയാണ്. വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ ഇൻസൈറ്റ്സ് വിത്ത് us. Thank you so much for being a part of the show.